പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസന അൾത്താരയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയുടെ നന്മ മഹത്വത്തിനായി ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് റോസ് തോമസ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് അവിൻ ജോസ്, എൻ്റെ സഹോദരി മേരി തോമസ്, എൻ്റെ ഫാദർ തോമസ് സിറിയക്. ഞാൻ 2024 സെപ്റ്റംബർ 30 ആണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള പ്രചോദനം അല്ലെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ നേരിട്ടുകൊണ്ടിരുന്ന വിവാഹ തടസ്സമാണ്. എനിക്ക് 27 വയസ്സുള്ളപ്പോൾ ഞാൻ ആദ്യമായി മാട്രിമോണിയിൽ കയറുന്നു. കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾ ഒരുപാട് വിവാഹാലോചനകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ ഒന്നും ശരിയാകുന്നില്ല. ഞാൻ ഒരു അറിയപ്പെടുന്ന ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ചെറുപ്പം മുതലേ പള്ളിയിൽ പോവും, കുമ്പസാരിക്കും, അത്യാവശ്യം പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ജീവിതം നയിച്ച് പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് മാതാവിൽ അത്ര അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നില്ല. മാതാവിനോട് ജസ്റ്റ് പ്രാർത്ഥിക്കും, പക്ഷേ കൂടുതൽ ഞാൻ ഈശോയോടാണ് എൻ്റെ അപേക്ഷകൾ സമർപ്പിച്ചിരുന്നത്. അപ്പം ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. HR ആയിട്ട് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഒരു അക്രൈസ്തവയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുവാണ്. അവർ ഞങ്ങളുടെ കമ്പനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പം ഒരു ദിവസം എനിക്കിങ്ങനെ എന്തോ മനസ്സിലൊരു തോന്നലുണ്ടായി, അവരെ പോയി കാണ് ഇങ്ങനെ ആരോ ഉള്ളിൽ നിന്നിങ്ങനെ പ്രേരിപ്പിക്കുകയുണ്ടായി. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചെന്നപ്പം എനിക്കറിയില്ല, ഞാനിങ്ങനെ പറയുമോ, ഞാൻ കുറേ വർഷമായി വിവാഹാലോചനകൾ നോക്കുന്നു, ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ എനിക്കിങ്ങനെ സ്വർഗസ്നായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ഇങ്ങനെ കൈവരിച്ച് നിന്ന് അവരെൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമോ. അതൊരു ഹിന്ദു ആയ ഒരു സ്ത്രീയാണ്. അന്നാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ വിശ്വാസം വെറും 0 ആണെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. കാരണം അത്രയും ഭക്തിയായിട്ട് ഒരു ഹിന്ദു ആയിട്ടുള്ളൊരു സ്ത്രീ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ വിശ്വാസം എവിടെയാണ് നിൽക്കുന്നതെന്ന്. അപ്പോൾ അവർ കണ്ടുമുട്ടി. അപ്പോൾ അവരെന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. എന്തുകൊണ്ട് റോസിന് കൃപാസനത്തിൽ പോയിട്ട് ഒരു ഉടമ്പടി എടുത്തുകൂടാ? അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ബാംഗ്ലൂരല്ലേ, ഞാൻ പോയി ഉടമ്പടി എടുത്താൽ എനിക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കുറേ ചിന്തകൾ മനസ്സിലേക്ക് വന്നു. അപ്പം ഞാൻ എൻ്റെ അച്ചാച്ചനെ ഉടമ്പടി എടുക്കാൻ വേണ്ടി കൃപാസനത്തിലേക്ക് വിടുക. അപ്പം അച്ചാനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പം ആൾക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസും മറ്റു കാര്യങ്ങളുണ്ട്. അപ്പം അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ ആൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും ആലോചനകൾ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കും, എന്താ ദൈവമേ, എനിക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? അത്യാവശ്യം നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ പോലും എന്തുകൊണ്ട് എനിക്കൊരു ആളെ ദൈവമേ നീ തരുന്നില്ല? കാരണം ആലോചനകൾ വരുന്നു, കുറേ ആൾക്കാരോട് സംസാരിക്കുന്നു, മാസങ്ങളോളം സംസാരിക്കുന്നു, പക്ഷേ ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. അപ്പോൾ പല രാത്രികളിൽ ഞാനിങ്ങനെ കരഞ്ഞിങ്ങനെ മാതാവിനോട് ചോദിക്കും, എന്താ മാതാവേ, എനിക്ക് മാത്രം നീ ഒരാളെ കണ്ടുപിടിച്ച് തരാത്ത എന്താ? ഇങ്ങനെ അതെനിക്ക് വല്ലാത്തൊരു ദുഃഖമാണ്. കാരണം ഒരു പ്രായം കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്കിപ്പോൾ വയസ്സ് 32. അപ്പോൾ 5 കൊല്ലം എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെ ഉള്ളവരൊക്കെ കല്യാണം കഴിക്കുന്നു, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പം പലരും കല്യാണമൊന്നും ആവുന്നില്ലേ, അങ്ങനെയുള്ള പല ചോദ്യങ്ങളും എൻ്റെ നേരെ വരുമ്പോൾ എനിക്ക് അവരോടൊന്നും തിരിച്ചു പറയാൻ ഒന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ എൻ്റെ ദൈവത്തിൽ അല്ലെങ്കിൽ എൻ്റെ മാതാവിൽ വന്ന് ഉടമ്പടി എടുത്ത് അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്കും ദൈവം തരും, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാളെ ദൈവം എനിക്ക് തരുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഉടമ്പടി എടുത്ത് കറക്റ്റ് 1 വർഷം 2025 സെപ്റ്റംബർ 29 ഞാൻ ഇവിടെ വീണ്ടും വന്ന് ഉടമ്പടി 4ാമത് പുതുക്കി ഒക്ടോബർ 12 ഞാൻ അവനെ കണ്ടുമുട്ടുവാണ്. ഞാൻ അവനെ കണ്ടുമുട്ടുമ്പോൾ പോലും ഇത് എനിക്ക് വേണ്ടി ദൈവം നിയോഗിച്ച വ്യക്തിയാണോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഓരോ ആലോചനകൾ വരുമ്പോഴും ഞാൻ ഈശോയോട് ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടമാണ് നിറവേറേണ്ടത്. ഇത് നീ എനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ദൈവമേ അത് നീ എനിക്ക് നടത്തി തരണേ, അല്ലെങ്കിൽ ദൈവമേ ഇത് എന്നിൽ നിന്ന് എടുത്തു മാറ്റണേ, ലാസ്റ്റ് മിനിറ്റ് ആണേലും അത് എനിക്കുള്ളത് അല്ലെങ്കിൽ നീ മാറ്റിക്കളയണമേ എന്ന് തന്നെ പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പം ഞാൻ ഈ വ്യക്തിനെ ഒരുപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പം
എനിക്ക് ആളൊരു ഗിഫ്റ്റ് തന്നു. അതൊരു വചനപ്പെട്ടിയായിരുന്നു. അപ്പോൾ ആ വചനപ്പെട്ടി തുറന്നു നോക്കുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ വചനം ഏശയ്യ 51:3. സിയോനെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു, നിന്റെ ദുഃഖങ്ങൾ അകറ്റുന്നു, നിനക്ക് സന്തോഷവും ആഹ്ലാദവും തരുന്നു. അത് കണ്ടതും ഞാനിരുന്ന് ഒരുപാട് കരയാൻ തുടങ്ങി. അപ്പോൾ ഇതുവരെ ഞാൻ അനുഭവിച്ച എൻ്റെ ദുഃഖങ്ങളും എൻ്റെ ആ ഒരു വിഷമങ്ങളും എല്ലാം അകറ്റി ദൈവം എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാളെ തന്നെ തന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് ആ വചനം എനിക്ക് തുറന്നു നോക്കിയപ്പോൾ കിട്ടിയത്. അതേപോലെ എനിക്ക് എപ്പോൾ ബൈബിൾ തുറന്നാലും കിട്ടുന്ന വചനമാണ്, ഞാൻ നിനക്ക് മുൻപേ പോയി ഒരു ദൂതനെ അയക്കും, ആ ദൂതൻ നിൻ്റെ കാര്യങ്ങൾ നിറവേറ്റുകൊള്ളും. അപ്പോൾ വിവാഹത്തിൻ്റെ കാര്യമാണല്ലോ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഒരാഴ്ച തികയുന്നേ ഉള്ളൂ. ജനുവരി 26/1/2026 ഞങ്ങളുടെ വിവാഹം നടന്നത്. ഒരാഴ്ച കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ. വിവാഹത്തിന് വേണ്ട എല്ലാ സാമ്പത്തിക കാര്യങ്ങൾ പോലും ഞങ്ങൾക്കറിയില്ല, ഈ വിവാഹം എങ്ങനെയാണ് നടത്തേണ്ടത്, അതിനുള്ള സാമ്പത്തികം ഇതൊക്കെ ദൈവം പലരിലൂടെ ആയിട്ട് അതിനു വേണ്ട പൈസയും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് പലരും മുന്നോട്ട് വന്ന് അവർ നേതൃത്വം നൽകി ഈ വിവാഹം നടത്തി തന്നു. അത് തന്നെ ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതം തന്നെയാണ് മാതാവ് നടത്തി തന്നത്, ഈശോ വരിയായിട്ട്. അതുകൂടാതെ തന്നെ എന്നിലൂടെ പലരുടെയും ജീവിതത്തിൽ ദൈവം എന്നെ ഒരു ഉപകരണമായിട്ട് ദൈവം ഉപയോഗിച്ചു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന, ഈശോ എന്നെ ഒരു ഉപകരണമാക്കണം. ഏതെങ്കിലും ഒരു വ്യക്തി എവിടെയെങ്കിലുമൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, അവർക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്നെ അതിനു വേണ്ടി ഉപയോഗിക്കണേ. അപ്പം ഞാൻ കണ്ടുമുട്ടുന്ന ഒരുപാട് വ്യക്തികൾ, അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, വിവാഹം ശരിയാവാത്തവരും വിവാഹം ഒരുപാട് തടസ്സങ്ങൾ നേരിടുക. അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഉപരിയായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങി. ഞാൻ പലപ്പോഴും നമുക്ക് ദേഷ്യം വരുന്ന സിറ്റുവേഷനും പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ തന്നെ അവിടെ ശാന്തമായിട്ട് അതൊക്കെ ഡീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ദൈവത്തിലേക്ക് കുറേ കൂടി ആഴപ്പെട്ടു, എളിമപ്പെട്ടു, മറ്റുള്ളവരെ ദൈവത്തെ പങ്കുവെച്ച് കൊടുത്തു. അങ്ങനെ എൻ്റെ ജീവിതം തന്നെ ഒരുപാട് മാറി, എൻ്റെ ജീവിതത്തിലുള്ളവർ മാറി, എൻ്റെ വീട്ടിലുള്ളവരൊക്കെ കുറേ കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ വലിയ വലിയ എന്താ പറയുക അത്ഭുതമായിട്ടാണ് എനിക്കിപ്പോൾ കാണുന്നത്. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ദൈവത്തിൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിനെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് തരണേ. അപ്പം അവൻ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ആൾ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, അതേപോലെ തന്നെ എല്ലാ മറ്റു വ്യക്തികളോടൊക്കെ ആൾക്ക് ഭയങ്കര കരുതലും സ്നേഹവും. ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിനെ തന്നെ മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു. ഭയങ്കര എൻ്റെ ജീവിതത്തിൽ വൈകി വന്ന ഒരു അനുഗ്രഹമാണേ പോലും ഇന്ന് ഞാൻ കരഞ്ഞ ആ വഴികൾ അല്ലെങ്കിൽ ഞാൻ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അതൊന്നുമില്ല, അതെല്ലാം പോയി. എൻ്റെ ദുഃഖമെല്ലാം മാതാവ് അകറ്റി ഇന്ന് എനിക്ക് സന്തോഷം നൽകി. ആ സന്തോഷമാണ് ഇന്ന് എനിക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റും. എനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയ, ഈശോ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ ഹസ്ബൻഡ് അവിൻ ജോസ്. അപ്പം ഞങ്ങൾ ബാംഗ്ലൂർക്ക് നാളെ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ഇവിടെ കല്യാണമായിട്ട് വന്നതാണ്, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം ഞങ്ങൾക്ക് മാതാവ് നൽകിയ ഈ ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്താനുള്ളത്. ഇങ്ങനെ എൻ്റെ സഹോദരിയും എൻ്റെ ഫാദറും അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയും. എൻ്റെ പേര് മേരി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ 30, 2024 ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന സാഹചര്യം ചേച്ചിയുടെ വിവാഹ തടസ്സം തന്നെയായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അപ്പോൾ എനിക്കിന്നിവിടെ പറയാനുള്ള സാക്ഷ്യം, എനിക്ക് പൊട്ടാസ്യം ഭയങ്കര കുറവായിരുന്നു. സ്കൂൾ കാലം തൊട്ടേ എനിക്ക് പൊട്ടാസ്യം ലെവൽ നോർമൽ വേണ്ടതിനേക്കാളും കുറവായിരുന്നു. 1.9 ഒക്കെ ആയിരുന്നു. നമുക്ക് വേണ്ടത് ഒരു മിനിമം 3.5 എങ്കിലും വേണം. അപ്പം പൊട്ടാസ്യം കുറവെന്ന് പറയുമ്പം നമുക്ക് ഭയങ്കര മസിൽ പെയിനും കൈ തരിപ്പും കൈ ഇങ്ങനെ കോച്ചി പിടിക്കുന്ന പോലെയൊക്കെ വരും ഇടയ്ക്ക്. അപ്പം നമുക്ക് ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല. ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ പെയിൻ എല്ലാം വരും. അപ്പോൾ പൊട്ടാസ്യം ലെവൽ ഭയങ്കര കുറവായിരുന്നു. അപ്പം ഹോസ്പിറ്റലൈസൊക്കെ ആയിട്ടുണ്ട് പൊട്ടാസ്യം കുറവായതിൻ്റെ പേരിൽ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്നായിരുന്നു ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത്. പിന്നെ ഞാൻ ഒരു 10 വർഷം മുമ്പാണ് എനിക്കിത് ഇങ്ങനെ വന്നത്. പിന്നെ ഞാനതങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാൻ മരുന്നൊക്കെ ഇടയ്ക്ക് മിസ് ചെയ്യും, അങ്ങനെ കഴിക്കാതെയൊക്കെ ഇരുന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പുതുക്കൽ കഴിഞ്ഞിരുന്ന് വെറുതെ റാൻഡമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തപ്പം 3.6 വന്നു. എനിക്ക് 3.5 ആണ് നമുക്ക് മിനിമം വേണ്ടത്. എനിക്ക് ഒരിക്കലും ആ ലെവലിൽ വന്നിട്ടില്ല. എപ്പോഴും 1 പോയിൻ്റ് അല്ലെങ്കിൽ 2 ആ ഒരു റേഞ്ച് ആയിരുന്നു. ഒരിക്കലും നോർമൽ റേഞ്ചിൽ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ 3.6 കിട്ടി. അപ്പം ഞാൻ മാതാവിൻ്റെ തൈലവും
ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കുമായിരുന്നു. അപ്പം മാതാവ് തന്നൊരു വലിയ അനുഗ്രഹമാണ്. റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ തന്നെ ഷോക്കായി പോയി. ഒരിക്കലും അങ്ങനെ ഒരു നോർമൽ റേഞ്ചിൽ വന്നിട്ടും ഇല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് അങ്ങനെ എനിക്ക് നോർമലിലേക്ക് വരുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായില്ല. അപ്പം ഈ ഒരു അവസരത്തിൽ ഈ വേദിയിൽ വന്ന് ഈ സാക്ഷ്യം പറയാൻ തന്ന അനുഗ്രഹത്തിന് മാതാവിനോടും ഈശോയോടും ഒരായിരം നന്ദി പറയുന്നു. ഈ ഉടമ്പടിയിൽ ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്ന കൃപയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് തോമസ്. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ മകളുടെ വിവാഹത്തിന് എൻ്റെ കയ്യിൽ എനിക്ക് ധാരാളം സ്വത്തുക്കളുണ്ടെങ്കിൽ പോലും പൈസയായിട്ടൊന്നും കയ്യിലില്ലായിരുന്നു. പിന്നെ കല്യാണത്തിന് വേണ്ട ഞാൻ വിചാരിച്ചേക്കാൾ കൂടുതൽ പൈസ എനിക്ക് കിട്ടുകയും വളരെ ഭംഗിയായിട്ട് കല്യാണം നടത്തുവാൻ മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്ത് നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ ഒരു കടമുറി, ഞാൻ 45 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. മുറി പിന്നെ ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞ കേസ് നടത്തി, ഒരു 4 വർഷം കേസ് നടത്തി. സാധാരണഗതിയിൽ ഒരു 99% കേസിനകത്തും കെട്ടിട ഉടമയ്ക്ക് അനുകൂലമാണ് വിധി വരാറുള്ളത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് അനുകൂലമായിട്ട് കോടതി വിധി വരികയും അങ്ങനെ മാതാവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നൽകി. ഇതിനെല്ലാം മാതാവിനോട് ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അതുകൂടാതെ ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം അവിടെ പോയി ക്യാൻസർ വാർഡിൽ പോയിട്ട് അവിടുത്തെ ഹെഡ് നഴ്സിനെ കണ്ടിട്ട് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മരുന്ന് പോലും വാങ്ങാൻ പൈസ ഇല്ലാത്ത ആൾക്കാരെ എല്ലാം കണ്ട് അവർക്ക് പത്രം കൊടുത്ത് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളൊക്കെ കൊടുത്ത് അതും എല്ലാ മാസവും ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു വരുന്നു. ഇതൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്നത്. ആത്മീയ ജീവിതം ഡെയിലി ഞങ്ങൾ ബൈബിൾ വായിക്കും. നല്ല നല്ല ബൈബിൾ കോഡ്സൊക്കെ ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടും. പിന്നെ എൻ്റെ യൂട്യൂബ് തുറന്നാൽ തന്നെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കൃപാസനവും അങ്ങനെയുള്ള ദൈവികമായ കാര്യങ്ങളും അച്ഛമ്മയുടെ വീഡിയോസും സോങ്സും കാര്യങ്ങളുമാണ്. ഞാൻ മറ്റ് കാര്യങ്ങളൊന്നും നോക്കാറില്ല. നല്ല നല്ല മെസ്സേജുകൾ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഇപ്പം ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ട്. പണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പണ്ട് പ്രാർത്ഥിച്ച ആ ഒരു വ്യക്തിയല്ല ഞാനിപ്പം. ഒരുപാട് ഞാൻ മാറി. അത് കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ വന്നത്. അപ്പം ഇവിടെ ഞാൻ പണ്ട് വരുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടാണ് വരാറ്. മാതാവേ, ഈ പ്രാവശ്യമെങ്കിലും എനിക്ക് നീ ഒരു ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണേ. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞിട്ടില്ല. കാരണം എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കും. ഇന്ന് ഞാൻ സന്തോഷത്തോടെ മാതാവ് തന്ന ആ ഒരു വലിയ ഗിഫ്റ്റിന് നന്ദി പറയുകയാണ്. കാരണം ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, റോസേ, ഇനി നീ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിനക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് മാതാവ് തന്നത് നിൻ്റെ ജീവിതത്തിൽ. നീ നന്ദിയുള്ളവളായിരിക്കണം. അപ്പോൾ എൻ്റെ ഈ ജീവിതത്തിൽ എൻ്റെ മരണം വരെ എനിക്ക് എന്നും ഓർത്ത് വെക്കാനുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ട് തന്നെ ഞാൻ എൻ്റെ ഈ വിവാഹത്തെയും എനിക്ക് തന്ന ജീവിത പങ്കാളിയെയും കാണും. ഇനിയും ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പ്രാർത്ഥിച്ചും മറ്റുള്ളവർക്ക് നന്മ ചെയ്തും കടന്നു പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സോ ഞങ്ങൾക്ക് നൽകിയ എല്ലാ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്ക് മാതാവിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നിൽക്കും. വെളിപാടിൻ്റെ പുസ്തകം 7:17. നമ്മളിൽ പലരും 0 അവസ്ഥയിലാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും കുറ്റപ്പെടുത്തലിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും നിമിഷങ്ങളിലാണ് ദൈവത്തെ തേടി ഒരല്പം സമാധാനത്തിൻ്റെ സന്തോഷത്തിനുമായി പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും അടുത്ത് വരുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. സ്വന്തം ഇഷ്ടപ്രകാരമല്ല, എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി ഈ മകള് കഴിഞ്ഞ കാലത്തില്ലാത്ത ഒരു സ്നേഹമാണ് പിന്നീടുണ്ടായത്. ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കും, ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം മുരുകി അവരെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. ഈ മകൾ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം കേട്ടു. അങ്ങനെയാണ് 4ാമത്തെ പുതുക്കലിന് ശേഷം ഈ മകൾക്ക് ഒരു നല്ലൊരു ജീവിത പങ്കാളിയെ നൽകി ദൈവം അനുഗ്രഹിച്ചത്. പിന്നീടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായാലും കല്യാണ കാര്യങ്ങളായാലും എല്ലാ രീതിയിലും ക്രമീകരിച്ച് കൊടുക്കുന്ന ഒരു ദൈവമാണ് നാം കാണുന്നത്. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്നാണ് ഈ മകളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിച്ച ഈ മകൾക്ക് ദൈവം കൈപിടിച്ച് മുന്നോട്ട് നടത്തുകയാണ്. പിന്നീടാണ് ഈ മകൾ പറഞ്ഞത്, എല്ലാ കാര്യവും ദൈവം അങ്ങ് ഏറ്റെടുത്ത് നടത്തുകയാണ്. പരമാർത്ഥതയോടെ വിളിച്ചപ്പോഴാണ് ദൈവമെല്ലാം കേട്ടണിഞ്ഞ് അനുഗ്രഹിച്ചത്. പിന്നീടുണ്ടായിരുന്ന സഹോദരിയുടെ രോഗസൗഖ്യമാണ്. പൊട്ടാസ്യത്തിൻ്റെ കുറവുണ്ടായിരുന്നു.
അതും ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥനയോടെ ദൈവത്തിലേക്ക് അടുത്തപ്പോഴാണ് ആ മകളുടെ കാര്യത്തിൽ രോഗസൗഖ്യം ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിലും വിശ്വാസം നഷ്ടപ്പെടാതെ ഈശോയുടെ അമ്മയുടെ കരങ്ങൾ പിടിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു അമ്മയുണ്ട് ഈ ആലയത്തിൽ. പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. അന്വേഷിക്കാം, ആശ്രയിക്കാം, അനുകരിക്കാം, അപേക്ഷിക്കാം ദൈവത്തോട്. കർത്താവ് എത്ര നല്ലവനാണ്, നമ്മൾ ഒരിക്കലും കൈവിടില്ല എന്ന വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. റോസ് തോമസിന് കുടുംബത്തിന് ലഭിച്ച എസ്പെഷ്യലി ഒരു നല്ലൊരു ജീവിത പങ്കാളിയായി ദൈവം കഴിഞ്ഞ അനുഗ്രഹത്തിന് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.